ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെലോ വ്ളോഗ്സ്. മെലോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2024 മോഡലിലെ ഒരു 7000 കിലോമീറ്റർ ഓടിയ ഏതറിന്റെ യൂസർ റിവ്യൂ ആണ്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഒരു 7000 കിലോമീറ്റർ വരെ വണ്ടിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതിൽ എന്തൊക്കെയാണ് നമുക്ക് ഗുണമായിട്ടുള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതുവരെ വണ്ടിക്ക് വന്ന പണികൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തന്നെയാണ് വണ്ടി. ഓണർ വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഇതെന്റെ സ്വന്തം വണ്ടിയാണ്. ഏതർ 450 XLR ആണ്. 2024 ലാസ്റ്റ് മോഡലാണ്. ഡിസംബറിലാണ് വണ്ടി ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ 7000 കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. ഒരു 3 മാസത്തിൽ കൂടുതൽ ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ ഇതുവരെ ഉപയോഗിച്ചതിൽ എനിക്ക് എന്തൊക്കെയാണ് ഇതിൽ പോരായ്മയായിട്ട് തോന്നിയത്, എന്തൊക്കെയാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഞാനിത് വണ്ടി എടുത്തപ്പോൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇതുവരെ എൻ്റെ വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ടില്ല. കാരണം ഇടാത്തത് ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ഒരു 5000 കിലോമീറ്റർ എങ്കിലും കഴിഞ്ഞിട്ട് ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പോഴേ കറക്റ്റ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ബാക്കി മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ കളർ ലൂണാർ ഗ്രേ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെഗറ്റീവിൽ നിന്ന് തുടങ്ങാം. എനിക്കിതിൽ കുറച്ച് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തുടങ്ങാം. ഫസ്റ്റ് കംപ്ലയിൻ്റ് ആയത് ഈ ഫോർക്കാണ്. വണ്ടിയുടെ ഈ ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഇഷ്യൂ വിളിച്ച് പറഞ്ഞായിരുന്നു. കൊണ്ടുവന്നാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ കരമനയാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തത് പട്ടത്തുനിന്നായതുകൊണ്ട് അവരുടെ സർവീസ് സെൻറ്റർ വഴയിലാണ്. സോ അവർ പറഞ്ഞു വഴയിലെ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. അവരാണ് ഈ വണ്ടി ചെക്ക് ചെയ്തത്. സോ വഴയിലെ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വഴയിലെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അവർ പുതിയ ഫോർക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓയിൽ ലീക്ക് ആണെങ്കിലും നമുക്കിപ്പോൾ ഇതിൻ്റെ ഓയിൽ സീൽ മാറാതെ അവർ പുതിയ ഫോർക്ക് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം 1 മന്തിനകത്താണ്. ഹെഡ്ലൈറ്റ് വെട്ടം കുറഞ്ഞിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടായിരുന്നു. വൈറ്റ് ആണ് സാധാരണ ലൈറ്റിൻ്റെ വെട്ടം വരുന്നത്. സോ ഇതിലൊരു ബ്ലൂ ഷെയ്ഡ് കൂടെ ഉണ്ടായിരുന്നു. വെട്ടം കുറച്ച് കുറവായിരുന്നു. സോ അത് പറഞ്ഞപ്പോൾ അത് അവർ ഹെഡ്ലൈറ്റ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ LED ആയതുകൊണ്ട് ബൾബ് മാറാൻ പറ്റത്തില്ല. സോ ഈ ഒരു പോർഷൻ ഫുള്ള്, ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു പോർഷൻ ഫുള്ള് അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ളത് ഹോൺ എനിക്ക് 2 പ്രാവശ്യം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഷ്യൂ വിളിച്ച് പറഞ്ഞപ്പോൾ സർവീസ് സെൻ്ററിലോട്ട് കൊണ്ടെല്ലാം പറഞ്ഞു. അങ്ങനെ കൊണ്ടു ചെന്നു. അവർ അതിൻ്റെ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്യുന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഫസ്റ്റ് ക്ലിയർ ചെയ്തു. കൊണ്ടുപോയി ഒരു 5 ദിവസത്തിനകത്ത് വീണ്ടും കംപ്ലയിൻ്റ് ആയി. ഞാൻ വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ അവർ വീണ്ടും ക്ലിയർ ചെയ്തിരുന്നു. ഇതിന് കാശൊന്നും ആയിട്ടില്ല. ഇതിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കിനും എനിക്ക് ഇതുവരെയും കാശൊന്നും ആയിട്ടില്ല. കംപ്ലയിൻ്റ് ആയിട്ടുള്ള എല്ലാവരും ഫുള്ളി ഫ്രീ ആയിട്ടാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു വില വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ 3 കംപ്ലയിൻറ്റ്സ് ആണ് എനിക്ക് മെയിനായിട്ട് വന്നിട്ടുള്ളത്. വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെയ്ക്ക് ഇനി വന്നിട്ടില്ല. ഫോർക്ക്, ഹെഡ് ലാമ്പ്, പിന്നെ ഹോൺ, ഈ 3 കംപ്ലയിൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഇത് 3 അവരെനിക്ക് ഫ്രീ ആയിട്ട് റീപ്ലേസ് തരികയും ചെയ്തു. ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കിപ്പോൾ സർവീസിന് കൊണ്ടുപോയിട്ട് അന്ന് തന്നെ വണ്ടി എനിക്ക് കിട്ടുകയും ചെയ്തു. അവർ വെച്ചിരുന്നിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. എനിക്ക് അന്ന് തന്നെ വണ്ടി റെഡിയാക്കി തന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ കംപ്ലയിൻറ്റ് വന്നതൊരു ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് സർവീസ് പക്കയായിരുന്നു. ഫുള്ള് റീപ്ലേസ്മെൻ്റ് ആയിരുന്നു. അതും ഫ്രീ ആയിട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ശരിയാക്കാതെ ഫ്രീ ആയിട്ട് അവരെല്ലാം റീപ്ലേസ് ചെയ്തിരുന്നത് എനിക്കൊരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നി. പിന്നെ അവർ വണ്ടി ചെയ്തിരിക്കുന്നതൊക്കെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും അതിൻ്റെ പെർഫെക്ഷനും എല്ലാം ഓക്കെയാണ്. വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ അതായത് പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നാറില്ല. പക്ഷേ ഇവർ ചെയ്തതിലൊരു വലിയൊരു ഫാൾട്ടാണ്. കാരണം നമ്മൾ വണ്ടി എടുത്തിട്ട് കാശ് കൊടുത്ത് വണ്ടി എടുക്കുമ്പോൾ അതിനകത്തെല്ലാം ഉറച്ചിരിക്കണം എന്നൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. സോ ഇതിനകത്ത് അവരൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഫോർക്കിൽ ഇവിടെ ആയിട്ട് ഒരു റിഫ്ലക്ടർ വരും. ആ റിഫ്ലക്ടറിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇത് അവർ 10 രൂപയ്ക്കുള്ള ഡബിൾ സൈഡ് ടാപ്പിട്ടാണ് ഒട്ടിച്ചു വെച്ചിരുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ വണ്ടി റണ്ണിങ്ങിൽ ഒരെണ്ണം ഇളകി വീഴുന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത്, ഇളക്കി നോക്കിയപ്പോൾ 10 രൂപയുടെ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇവരിത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു പോരായ്മയായിട്ട് തോന്നി. കാരണം വണ്ടിയുടെ വില 1,76,000 ഞാൻ എടുത്തപ്പോൾ. സോ 1.25 ലക്ഷം രൂപ എടുത്ത് വണ്ടി എടുക്കുമ്പോൾ അതിനകത്ത് ഇതുപോലത്തെ ഒരു അനുഭവം അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നല്ല, അതൊരു നെഗറ്റീവാണ്. അതല്ലാത്തൊരു പോരായ്മയാണ് അവർ ചെയ്തത്. കാരണം ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രഷർ വാഷറിട്ട് വണ്ടി കഴുകുന്ന സമയത്ത് ഇത് ഇളകിപ്പോവും സ്വാഭാവികമായിട്ട്. ഞാൻ വണ്ടി സർവീസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്കാണ് ഇത് ഇളകി വീഴുന്നത്. കാരണം വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഗമ്മിൻ്റെ ആ ഒരു ക്വാളിറ്റി അത് നഷ്ടപ്പെട്ടു. അത് ഇളകി തറയെ വീഴുന്നു. പിന്നെ ഞാൻ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതില്ലാത്തപ്പോഴാണ് ഒരു ഭംഗിയെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് അവരുടെ അതൊന്നും പറയാനും പോയില്ല. തിരിച്ച് ഞാനത് ഫിക്സ് ചെയ്തുമില്ല. പിന്നെ ഇതിൽ ഞാൻ യാതൊരുവിധ ആക്സസറീസും ഷോറൂമിൽ നിന്ന് എടുത്തിട്ടില്ല. ഷോറൂമിൽ നിന്ന് ഞാൻ വണ്ടി എടുക്കുമ്പോൾ വണ്ടി മാത്രമായിട്ടാണ് എടുത്തത്. യാതൊരുവിധ ആക്സസറീസും എടുത്തിട്ടില്ല. പക്ഷെ ഞാനിൽ ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലേഡീസ് ഫുഡ് റെസ്റ്റ് അത് ഞാൻ 2ാമത് ചെയ്തതാണ്. ലേഡീസ്. പിന്നെ നമ്മുടെ സീറ്റിനകത്തും ഞാനൊരു മാറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സീറ്റിനകത്തുള്ള മാറ്റാണ്. സോ ആ മാറ്റ്, ഈ ഫ്രണ്ടിലുള്ള മാറ്റ്, പിന്നെ ഈ ലേഡീസ് ഫുഡ് റെസ്റ്റ്, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ ഷോപ്പിൽ നിന്ന് എടുത്തതല്ല. ഷോപ്പിൽ വില കൂടുതലായതുകൊണ്ട് ഞാൻ അവരുടെ നിന്ന് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഓൺലൈനിൽ എടുത്തതാണ്. ഓൺലൈനിൽ നല്ല വില കുറവാണ്.
പിന്നെ ഈ കാണുന്ന ഹാൻഡിൽ ബാർ, ഇത് ഞാൻ രണ്ടാമത് വെച്ചതാണ്. ഇതെൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ തന്നെയാണ് വെച്ചത്. ഷോറൂമിലൊന്നും ഇതൊന്നും അവർ ചെയ്ത് തരത്തില്ല. ഇത് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് വെച്ചതാണ്. കാരണം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ എന്ന് പറയാൻ കാരണം ആക്സിലേറ്റർ സെൻസറാണ്. സോ ഈ ഭാഗത്ത് നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് ഇതിന് ഈ ആക്സിലേറ്റർ സെൻസറിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് ഇത് അവർ വാറണ്ടിയിൽ ഇഷ്യൂ ചെയ്യത്തില്ല. വാറണ്ടിയിലോട്ട് അവർ ഇത് ആഡ് ചെയ്യത്തില്ല. കാരണം നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട്. സോ അതിന് വാറണ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് സ്വന്തം റിസ്കിൽ വയ്ക്കും. ഞാനത് ഷോറൂമിൽ സർവീസിനായിട്ട് കൊണ്ടുചെന്ന സമയത്ത് അവിടുത്തെ എക്സിക്യൂട്ടീവ് പറഞ്ഞു, ചേട്ടാ അത് കാണാൻ കൊള്ളാം, പക്ഷേ ഇതിന് വാറണ്ടി കിട്ടത്തില്ല, എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വാറണ്ടി കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അതെൻ്റെ സ്വന്തം റിസ്കിൽ വെച്ചാണ്, അതിന് വാറണ്ടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ വെക്കുന്നതിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് വാറണ്ടി കിട്ടത്തില്ല. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസിൽ, ഇത്രയും ദിവസം ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചാൽ എനിക്ക് വന്നിട്ടുള്ള നെഗറ്റീവ്സും കംപ്ലയിൻസും. ഇത്രയും കംപ്ലയിൻസുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഈ വണ്ടി നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോകുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ട്രിവാൻഡ്രത്താണ് വണ്ടി എടുത്തത്, പട്ടത്തുനിന്ന്. സോ കരമന സർവീസ് സെന്ററിലായിരുന്നാലും വഴയില സർവീസ് സെന്ററിലായിരുന്നാലും നല്ല സർവീസാണ് അവിടെ. പ്രത്യേകിച്ച് ഞാനൊരു 2-3 പ്രാവശ്യം ഈ ഇഷ്യൂസ് ആയിട്ടും പീരിയോഡിക് സർവീസ് 5000 കിലോമീറ്ററിലെ പീരിയോഡിക് സർവീസിനായിട്ട് ഞാൻ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതുവരെയ്ക്കും അവിടെ നിന്ന് യാതൊരുവിധ മോശം അനുഭവം ഉണ്ടായിട്ടില്ല. നല്ല കസ്റ്റം സർവീസും കാര്യങ്ങളൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരുടെ സർവീസൊക്കെ കൊള്ളാം, പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നുമില്ല. കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അവരത് കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കി അവർ തന്നെ പരിഹരിച്ച് ക്ലിയർ ചെയ്ത് തരും. നമുക്കങ്ങനെ പ്രത്യേകിച്ച് അവരുടെ അടുത്ത് ഒരുപാട് കയറി സംസാരിക്കേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. അവർ ഫുള്ള് നോക്കി ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ എനിക്ക് പോസിറ്റീവായിട്ട് ഇതിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ റേഞ്ച് ആക്യുറേറ്റ് ആണ്. ഇതിപ്പോൾ ഏതർ 450X LR ആണ്. ഈ വണ്ടിയുടെ റേഞ്ച് ഇതിൻ്റെ ഫുൾ ചാർജിൽ സ്മാർട്ട് എക്കോ മോഡിൽ ഇതിൽ മീറ്ററിൽ കാണിക്കുന്ന റേഞ്ച് 90 ആണ്. അത് റൈഡ് മോഡിലോട്ട് വരുമ്പോൾ 75ഉം സ്പോർട്സ് മോഡിലോട്ട് വരുമ്പോൾ 70ഉം അത് വാർപ്പ് മോഡിലോട്ട് വരുമ്പോൾ 60 ആയിട്ട് മാറും. സോ ഈ പറയുന്നതല്ല ഇതിൻ്റെ റേഞ്ച്. ഇതിനേക്കാളും കുറച്ചല്ല, ഇതിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു 10 കിലോമീറ്ററോളം എനിക്ക് ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ റീജിയൻ വർക്ക് ചെയ്തും. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഓടിക്കുന്നു അതുപോലെയാണ് ഇതിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടും. നമ്മൾ അല്പം റാഷായിട്ട് കുറച്ചൊന്ന് ആക്സിലേറ്റർ നമ്മൾ റഫായിട്ടാണ് വണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് റേഞ്ച് കുറച്ചേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് നമ്മൾ അല്പം സ്മൂത്തായിട്ട് ഒരല്പം സഡൻ ആക്സിലേഷൻ ഇല്ലാതെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടും. ഞാനിതിൽ കൂടുതൽ ടൈമും സ്പോർട്സ് മോഡിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ സ്പോർട്സ് മോഡിൽ 70 ആണ് കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നതെങ്കിൽ എനിക്കൊരു 80 വരെ കിട്ടുന്നുണ്ട്. ഒരു 10 കിലോമീറ്ററോളം ഞാനിത് ഫുള്ള് ഓടിച്ചു വരുമ്പോൾ 80-ന് മേളിൽ കിട്ടുന്നുണ്ട്. എന്നാലും 10 കിലോമീറ്റർ മസ്റ്റായിട്ട് നമുക്ക് കൂടുതൽ കിട്ടും. ഇതിൻ്റെ റീജിയൻ വർക്ക് ചെയ്ത് നമ്മൾ ഓടിക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് 10 കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നുണ്ട്. എനിക്ക് 10 കിലോമീറ്ററിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് ഒരു 10 കിലോമീറ്റർ നെറ്റ് നമുക്ക് 10 കിലോമീറ്റർ കറക്റ്റ് കിട്ടിയിരിക്കും. അപ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, കൂടുതലേ ഉള്ളൂ, കുറവൊന്നുമില്ല. പിന്നെ റൈഡിങ് കംഫർട്ട് നല്ല കംഫർട്ടാണ്. നമ്മൾ അത്യാവശ്യം കട്ടറുള്ള റോഡുകളിൽ പോയി കഴിഞ്ഞാൽ ബാക്ക് പെയിനോ കാര്യങ്ങളൊന്നുമില്ല. മോണോ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ബാക്ക് പെയിനും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കുറച്ച് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാം. പിന്നെ നല്ല റോഡിലാണെങ്കിൽ ഒന്നും അറിയില്ല, നല്ല നൈസായിട്ട് പോകുന്നുണ്ട്. ഇതിലൊന്നും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. നല്ല പവറുണ്ട്. നമുക്ക് പവർ കുറച്ചിട്ടാണെങ്കിൽ എക്കോ മോഡിലോട്ട്, പവർ കൂട്ടിയിട്ട് സ്പോർട്സ് വാർപ്പിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ സ്പോർട്ട് മോഡാണ് മാക്സിമം ഉപയോഗിക്കുന്നത്. വാർപ്പ് വളരെ വിരളമായിട്ട് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വാർപ്പ് മോഡ് യൂസ് ചെയ്യും. പിന്നെ അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ്, എനിക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എക്കോ മോഡിലും ഓടിക്കാറുണ്ട്. തേരിയുള്ള റോഡുകളല്ല, അല്പം നിരന്ന റോഡുകളാണെങ്കിൽ ഞാൻ എക്കോ മോഡിലും വണ്ടി ഓടിക്കാറുണ്ട്. അതും കുഴപ്പമില്ല. അത്യാവശ്യം 50 കിലോമീറ്ററിന് മേളിൽ നമുക്ക് സ്പീഡ് അതിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇങ്ങനെ കംപ്ലയിൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അവരത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതും ഫ്രീ ആയിട്ട് തന്നെയാണ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കാശൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് നമ്മുടെ 5000 കിലോമീറ്ററിലാണ് ഏതറിന് ഫസ്റ്റ് സർവീസ് വരുന്നത്. സർവീസ് ഒന്നും ഫ്രീ സർവീസ് ഇല്ല, എല്ലാം പെയ്ഡ് സർവീസ് തന്നെയാണ്. ഏതറിനെ സംബന്ധിച്ച് ഏതറിൻ്റെ ഒരു വണ്ടികൾക്കും ഫ്രീ സർവീസ് ഇല്ല, ഫുള്ളി പെയ്ഡ് സർവീസാണ്. സോ എനിക്ക് ഫസ്റ്റ് സർവീസിൽ ഇതിന് ആയ കോസ്റ്റ് എന്ന് പറയുന്നത് 844 രൂപയാണ്. ഫസ്റ്റ് സർവീസിന് 844 രൂപയായി. അവരെന്തൊക്കെയാണ് ഇതിൽ നോക്കുന്നതെന്ന് വെച്ചാൽ ബെൽറ്റിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യും, ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് തരും. ഇത്രയാണ് ഈ നമ്മുടെ സർവീസിൽ വരുന്നത്, പീരിയോഡിക് സർവീസിൽ. അതെല്ലാം 5000 കിലോമീറ്ററിൽ നമ്മൾ സർവീസ് ചെയ്യണം. അതല്ലാതെ പ്രത്യേകിച്ച് ഇതിന് നമുക്ക് പൈസ ചിലവോ കാര്യങ്ങളൊന്നുമില്ല. ചാർജ് ചെയ്യുക, എയർ അടിക്കുക, ഓടുക. പിന്നെ വീക്കിലി ഓൺസ് നമ്മൾ ടയറിൽ എയർ ചെക്ക് ചെയ്യുക. ആ വണ്ടിയുടെ 2 ടയറിലും എയർ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ്, അതിൻ്റെ റേഞ്ച് ഒരു അല്പം ഡ്രോപ്പ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല, ഡ്രോപ്പ് ആവും. ഒരു വീക്കിലി ഓൺസ് നമ്മൾ എപ്പോഴും ടയറിൽ എയർ ചെക്ക് ചെയ്യുക, എയർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വണ്ടി ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഞ്ച് കിട്ടും. അപ്പോൾ ഏതറിന് പ്രത്യേകിച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് 100%. പിന്നെ എനിക്ക് വരുന്ന കറണ്ട് ബില്ല്, ഞാനിപ്പോൾ എടുത്തിട്ട് 3 മാസമായി. അപ്പോൾ എനിക്കിതിൽ 3 മാസം കഴിഞ്ഞു. അപ്പോൾ 2 മാസത്തെ ബില്ല് എനിക്കിത് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് സാധാരണ കറണ്ട് ബില്ല് വരുന്നതിനേക്കാളും ഒരു 200-300-500 രൂപയ്ക്ക് അകത്ത് മാത്രമേ എനിക്ക് കറണ്ട് ബില്ല് കൂടുതലായിട്ട് വരുന്നുള്ളൂ.
അല്ലാതെ ഒരുപാടൊന്നും എനിക്ക് കൂടുതലായിട്ട് വരുന്നില്ല. ഒരു 500 രൂപയ്ക്ക് അകത്ത് 400, 300 ആ ഒരു റേഞ്ചൊക്കെ എനിക്ക് കറണ്ട് ബില്ല് കൂടുതലായിട്ട് വരുന്നുള്ളൂ. ഞാൻ വീട്ടിൽ തന്നെയാണ് ഫുള്ള് ചാർജ് ചെയ്യുന്നത്. ഇൻ കേസ് ചില സാഹചര്യങ്ങളിൽ മാത്രം ഫാസ്റ്റ് ചാർജ് ഗ്രിഡിലിടും. അല്ലാതെ ഞാൻ വേറെ ഒരിടത്തും ചാർജ് ചെയ്യില്ല, വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. സോ എനിക്ക് അത്രയാണ് അതിൽ വരുന്ന ഡിഫറൻസ്, കറണ്ട് ബില്ല് വരുന്ന ഡിഫറൻസ്. അതിപ്പോൾ ഇലക്ട്രിക് എടുക്കുന്ന ചിലവരുടെ മനസ്സിൽ കാണും, ഇത് ഇനി നമ്മൾ ഇലക്ട്രിക് എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചാർജ് ഇടുമ്പോൾ ഒരുപാട് കറണ്ട് ബില്ല് കൂടുതൽ വരുമെന്ന്. അങ്ങനെയൊന്നുമില്ല. എനിക്കിതിൽ വരുന്നത് ഒരു 500-നകത്ത് മാത്രമാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാനും ഒരു പെട്രോൾ വണ്ടി വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് 2 വണ്ടിയുണ്ട്. സോ ഞാൻ ഈ ഇലക്ട്രിക് എടുത്തതിന് ശേഷം ആകപ്പാടെ ഒരു 1-2 പ്രാവശ്യം മാത്രമാണ് ഞാൻ ആ പെട്രോൾ വണ്ടി എടുത്തത്. അതും ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് എന്ന് ഉപയോഗിച്ചിട്ട് വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ ഞാൻ പെട്രോൾ വണ്ടി ഇതൊരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഇത് ഓടുന്നില്ല, അതായത് ചാർജ് തീർന്നു, ഇനി ഇത് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാനൊരിക്കലും പെട്രോൾ വണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഫുള്ള് ഇത്രയും ദിവസവും ഇലക്ട്രിക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു പെട്രോൾ വണ്ടിയുടെ മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനത്തെ ഒരു ആവശ്യം എനിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ യൂസ് പോലെയാണല്ലോ വണ്ടിയുടെ. എൻ്റെ യൂസ് വെച്ചിട്ട് എനിക്ക് ഇതുവരെയ്ക്കും അങ്ങനെ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം എന്നെനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം 2 വണ്ടി ഉള്ളത് കൊണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ അങ്ങനെ ഇത് വെച്ചിട്ട് അത് എടുക്കാറില്ല. ഇത് തന്നെയാണ്, ഇത് എടുത്തതിന് ശേഷം ഫുള്ള് ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും ഏതറിനെ പറ്റിയിട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇനി ഇലക്ട്രിക്കിലോട്ട് മാറാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതറോടെ ഒന്ന് നോക്കാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വില ഇച്ചിരി കൂടുതലാണെങ്കിലും ആ വിലയ്ക്കുള്ള വർത്ത് നമുക്ക് വണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏതറിൻ്റെ വിശേഷങ്ങൾ. ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഏതറിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇലക്ട്രിക്കിലോട്ട് മാറാൻ നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.